ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി വൈറ്റ് മാക്രോണി പാസ്ത. വരും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലൊരു 20 ഗ്രാം ബട്ടർ ഇടുന്നുണ്ട്. ആദ്യം തന്നെ എന്തിനാണ് ഓയിൽ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ബട്ടർ ഇടുമ്പോൾ അത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഇനി സോസിനായി നമുക്ക് ആവശ്യമുള്ള മൈദ ഒരു 3 ടീസ്പൂൺ. ഞാനിത് ഒത്തിരി കട്ടിക്കുള്ള സോസല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 3 ടീസ്പൂൺ ഇടുന്നത്. നിങ്ങൾ കട്ടി വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ടീസ്പൂണും കൂടി ചേർത്തിക്കോളൂ. അത് നല്ലപോലെ മിക്സായി നമ്മൾക്കത് കളർ ചേഞ്ചായി വരണം. ഒരു മണലിൻ്റെ കളർ ആ രൂപത്തിലാക്കി എടുത്തിട്ട് ഇതാ നോക്കൂ, ഇതുപോലെ സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ നമുക്ക് ചേർത്തി കൊടുക്കാം. അത് കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ഇതാ നോക്കൂ, ഇതുപോലെ. അതൊരു വിസ്ക് ഉപയോഗിച്ചുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. കട്ടകളുണ്ടെങ്കിൽ അത് അലിഞ്ഞ് ചേർന്നോളും. കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് ഇതാ നോക്കൂ, നമുക്ക് അവിടെ തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഉള്ളി, 4 ഗ്രാമ്പും ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. സോസിന് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇവിടെ ഇപ്പോൾ നല്ലവണ്ണം തിളച്ചു. അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതാ നോക്കൂ, അതിലുള്ള എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പാസ്ത തയ്യാറാക്കാം. അതിനൊരു പാൻ വെച്ച് അതിൽ 3 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും നല്ല ചെറുതായി ചോപ്പ് ചെയ്തത്. ഒന്നും തന്നെ നല്ലപോലെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പച്ചക്കറികളെല്ലാം ചേർത്താം. ഇതാ ബ്രൊക്കോളി, ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ. ഈ വെജിറ്റബിൾസ് എല്ലാം ഞാനൊന്ന് സെപ്പറേറ്റായി ബോയിൽ ചെയ്തെടുത്തതാണേ. അതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. എല്ലാം തന്നെ നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇതാ നമ്മൾ എടുത്തിരിക്കുന്ന പാസ്ത അതിലിട്ടു. ഇനി എല്ലാം തന്നെ നമുക്കൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. പാസ്ത എങ്ങനെയാണ് വേവിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഞാൻ 150 ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു 1/2 ലിറ്റർ തിളച്ച വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പോഴെല്ലാം നിങ്ങളൊരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യണമെങ്കിൽ. ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാ എല്ലാ സോസും ഞാൻ അതിലൊഴിച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾക്കൊരു ക്രീമി ടൈപ്പാണ് വരിക കേട്ടോ. ഒന്ന് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നത്.
ഫ്രഷ് ക്രീമും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കൂ. അതിലേക്ക് ചീസ്. എൻ്റെ അടുത്ത് സ്ലൈസ് ചീസാണുള്ളത്. അത് ഞാനിവിടെ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കൂ, പാസ്ത റെഡി. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.